എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആകാശക്കാഴ്ചകൾ എന്ന EVSലെ 6ാമത്തെ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ആദ്യം സ്വന്തമായി എഴുതുന്നതിനായിട്ട് പേപ്പറും പേനയും നിങ്ങളുടെ അടുത്ത് കരുതുക. ഓക്കെ, ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം: ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ആകൃതി ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് ചോദ്യം? നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് നമ്മൾ കാണുന്ന ചന്ദ്രൻ്റെ ആകൃതി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും മാറ്റം നമുക്ക് കൃത്യമായി കാണുമ്പോൾ നിരീക്ഷിക്കാൻ മനസ്സിലായില്ലെങ്കിൽ പോലും 2-3 ദിവസം ഇടവിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ മാറ്റം കാണാൻ സാധിക്കും. ചില സമയത്ത് പൂർണ്ണ വൃത്താകൃതിയിലായിരിക്കും, ചില ദിവസങ്ങളിൽ കാണാൻ സാധിക്കില്ല തീരെ. ചില സമയത്ത് അർദ്ധവൃത്താകൃതിയിലായിരിക്കും, ചിലപ്പോൾ ഒരു തേങ്ങാപ്പൂള് പോലെ വളരെ നേർത്ത ആകൃതിയിൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ചന്ദ്രനെ വ്യത്യസ്ത ആകൃതിയിൽ കാണാൻ കാരണമെന്നാണ് ചോദ്യം. പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം. അതിൽ നിന്നും ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ പ്രസ്താവന: ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നത് കൊണ്ട്. ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം കറങ്ങുന്നുമുണ്ട്, ഭൂമിയെ വലം വയ്ക്കുന്നുമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചിത്രം നിരീക്ഷിക്കാം. ചിത്രം കണ്ടോ? അപ്പോൾ ഇത് വ്യത്യസ്ത ദിവസങ്ങളിലെ ചന്ദ്രനെയാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണപ്പെടുന്ന ചന്ദ്രനെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് നോക്കുന്നത്, 1 എന്ന് നമ്പർ ഇട്ടത്. ഈ ദിവസത്തിൽ ചന്ദ്രനെ നമുക്ക് ഒട്ടും കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഏത് ഭാഗത്തായിരിക്കും? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാത്ത ഭാഗത്തായിരിക്കും. അപ്പോൾ നമുക്ക് ചന്ദ്രനെ ഒട്ടും തന്നെ കാണാൻ സാധിക്കുന്നില്ല. റെഡിയല്ലേ? അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? നമുക്കിവിടെ കാണാം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2 എന്ന ചിത്രത്തിൽ ചന്ദ്രൻ്റെ കുറച്ച് ഭാഗം അല്ലെ, ഒരു തേങ്ങാപ്പൂള് പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാനുള്ള കാരണം എന്താണ്? ചന്ദ്രൻ്റെ സ്ഥാനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം മാറി. ആ സ്ഥാനം മാറിയപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൽ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഭാഗവും മാറി. ഓക്കെ, ഇനി വീണ്ടും അവിടെ നിന്ന് സഞ്ചരിച്ച് ചന്ദ്രൻ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ എത്തുമ്പോൾ എത്ര കാണാൻ സാധിച്ചു? ആ ചന്ദ്രൻ്റെ ഒരു പകുതിയോളം ഭാഗം കാണാൻ സാധിച്ചു. ഓക്കെ അല്ലേ? യെസ്. പിന്നീട് വീണ്ടും നമ്മൾ പോയപ്പോഴോ ആ പകുതിയിലധികം, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിച്ചു. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ചന്ദ്രനെ മുഴുവനായിട്ട് കാണാൻ സാധിച്ചു. ഇത് ഏത് ദിവസമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. ഇവിടെ പൗർണമിയാണ്. ഈ 1 എന്ന് അടയാളപ്പെടുത്തിയതോ ഇവിടെ അമാവാസിയാണ്. നമുക്ക് ചന്ദ്രനെ ഒട്ടും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ അമാവാസി കഴിഞ്ഞിട്ട് പൗർണമിയിലേക്ക് പോകുന്തോറും ചന്ദ്രൻ്റെ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഭാഗത്തിൻ്റെ വലുപ്പം കൂടിക്കൂടി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ 1-ൽ ഒട്ടും ഉണ്ടായിരുന്നില്ല, 2-ലായപ്പോഴേക്കും കുറച്ചുകൂടി കണ്ടു, 3-ലായപ്പോൾ വീണ്ടും കണ്ടു, 4-ലായപ്പോൾ വീണ്ടും ആ കാണുന്ന ഭാഗത്തിൻ്റെ അളവ് കൂടി, 5-ലെത്തിയപ്പോഴേക്കും നമുക്ക് മുഴുവനായിട്ടും ചന്ദ്രനെ കാണാൻ സാധിച്ചു. അങ്ങനെ പൗർണമിയിലെത്തി അല്ലേ? പൗർണമിയിലെത്തി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്ത് മാറ്റം സംഭവിക്കും? 6ാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ മുഴുവൻ ഭാഗം കണ്ടത് ഇപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഒരു 1/4 ഭാഗം വരെയേ കാണുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ചന്ദ്രൻ്റെ അളവ് കുറയാൻ, ഭൂമിയിൽ നിന്ന് കാണുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ കരുതിപ്പോകരുത്, ഈ 5-ലെ ചിത്രം കഴിഞ്ഞാൽ പിന്നെ ഈ 6-ലുള്ളത് പോലെയേ കാണൂ എന്ന് കരുതരുത്. 5-ൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം 6-ലുള്ളത് പോലെ, അങ്ങനെയല്ല, കുറച്ചായിട്ട് വരുന്ന മാറ്റമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ദൃശ്യമായ മാറ്റങ്ങൾ വരുന്നത് മാത്രമാണ് നമ്മൾ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പാഠപുസ്തകത്തിലും ഇതേപോലെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്.
അപ്പോൾ വീണ്ടും കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? 7-ലെത്തുമ്പോഴേക്കും പകുതി ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. 5-ൽ മുഴുവനായി കണ്ടതാണ്. 6-ലേക്ക് വരുമ്പോൾ ആ ഭാഗത്തിൻ്റെ അളവ് കുറഞ്ഞു. 7-ലേക്ക് വരുമ്പോൾ വീണ്ടും കുറഞ്ഞു. 8-ലേക്ക് വരുമ്പോൾ വീണ്ടും കുറഞ്ഞു. ഓക്കെ, അതും കഴിഞ്ഞിട്ടോ വീണ്ടും 1-ലേക്ക് പോകുമ്പോഴേക്ക് തീരെ കാണാതാവില്ലേ? അങ്ങനെ ഒട്ടും കാണാത്ത ദിവസം ഏതായി മാറും? അമാവാസി. ഓക്കെ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചന്ദ്രൻ്റെ ഭൂമിയിൽ നിന്ന് കാണുന്ന അത്രയും ഭാഗത്തിൻ്റെ അളവിൽ മാറ്റം വരാൻ കാരണം? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ചന്ദ്രൻ ഭൂമിയെ ഇത്തരത്തിൽ പരിക്രമണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തെത്തുമ്പോഴാണ് ഈ മാറ്റം വരുന്നത്. പിന്നെ അതിനൊക്കെയുള്ള കാരണം എന്താണ്? ഈ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗം, അതാണല്ലോ നമ്മൾ ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ആ ഭാഗം ഈ വ്യത്യസ്ത പ്രദേശങ്ങളിലെത്തുമ്പോൾ വ്യത്യസ്ത അളവിലാണ് ദൃശ്യമാകുന്നത്. ഇപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ചന്ദ്രൻ ഇത്തരത്തിൽ പരിക്രമണം ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തെത്തുമ്പോഴും നമ്മൾ കാണുന്ന ആ പ്രകാശം പതിക്കുന്ന ഭാഗം കാണുന്നതിൽ മാറ്റം വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ വ്യത്യസ്ത ആകൃതികളിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണിത്. യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ പ്രസ്താവന എന്തായിരുന്നു? ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നത് കൊണ്ട്. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നത് കാരണമല്ലേ ഇത്തരത്തിൽ ചന്ദ്രൻ്റെ ആകൃതി മാറാനുള്ളൊരു കാരണം? അതെ, ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്, നമുക്ക് ശരിയിടാം. 2, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നത് കൊണ്ട്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നുണ്ടോ? ഇല്ല, സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ ആവശ്യമില്ല, തെറ്റുമാണ്, തെറ്റായ പ്രസ്താവന. 3, ചന്ദ്രൻ്റെ പ്രകാശിക്കുന്ന ഭാഗം പല അളവിൽ ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് കൊണ്ട്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ വ്യത്യസ്ത സ്ഥാനങ്ങളിലെത്തുമ്പോൾ ഭൂമിയിൽ നിന്ന് ആ പ്രകാശിത ഭാഗം കാണുന്നതിൻ്റെ അളവിൽ മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ആ പ്രകാശിത ഭാഗത്തിൻ്റെ അളവിൽ മാറ്റം വരുന്നു. അതുകൊണ്ടാണ് എന്ത്, നമ്മൾ ചന്ദ്രനെ വ്യത്യസ്ത ആകൃതികളിൽ കാണുന്നത്. അപ്പോൾ ഇതും ശരിയായ പ്രസ്താവനയാണ് അല്ലേ? അപ്പോൾ ഇവിടെ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ അല്ലേ? യെസ്. 2ാമത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. ചന്ദ്രൻ്റെ പ്രകാശിക്കുന്ന ഭാഗം കൂടി വരുന്നതിനെ എന്ത് വിളിക്കുന്നു? അപ്പോൾ നമ്മൾ തൊട്ട് നേരത്തെ കണ്ട ചിത്രം നമുക്കൊന്നുകൂടി നോക്കാം. ഇവിടെ എന്ത് സംഭവിച്ചു? അമാവാസി ഏതാണ്? 1 അമാവാസി. അത് കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിക്കുന്ന ഭാഗത്തിൻ്റെ അളവിൽ എന്ത് സംഭവിച്ചു? കൂടിയല്ലേ വന്നത്? ഇതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക് വന്നപ്പോൾ ഒട്ടുമില്ലാത്തത് കുറച്ച് ഭാഗം കാണാൻ സാധിച്ചു. അവിടെ നിന്ന് 3-ലേക്ക് പോയപ്പോൾ അതിലധികം കാണാൻ സാധിച്ചു. 4-ലേക്ക് പോകുമ്പോൾ വീണ്ടും ആ പ്രകാശിത ഭാഗത്തിൻ്റെ അളവ് കൂടി. 5-ലേക്ക് വന്നപ്പോൾ വീണ്ടും കൂടി. ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനെ, പ്രകാശിത ഭാഗം കൂടിക്കൂടി വരുന്നതിനെ എന്താണ് വിളിക്കുന്നത്? വൃദ്ധി. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം കൂടി നിങ്ങളവിടെ പഠിച്ചു വെക്കുക. നമുക്ക് പഠിക്കാനുള്ള കാര്യം തന്നെയാണ് ഇതൊക്കെ, പക്ഷേ പാഠപുസ്തകത്തിൽ അതിൻ്റെ ഈ പേര് മാത്രം പറയുന്നില്ല. ഇങ്ങനെ പ്രകാശിത ഭാഗം കൂടി വരുന്നതിനെ എന്ത് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. വൃദ്ധി. വൃദ്ധി എന്നാൽ എന്താണ്? നമ്മൾ നന്നാവുന്നതിനെയാണല്ലേ വൃദ്ധി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ അളവും കൂടുതൽ നന്നായി വരുന്നു, കൂടിക്കൂടി വരുന്നു, വൃദ്ധിപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടി വരുന്നതിന് എന്താണ് വിളിക്കുന്നത്? വൃദ്ധി. ശരി. ഓക്കെ, അടുത്ത ചോദ്യം. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായത് ഏവ. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു? ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം. നമ്മൾ വൃദ്ധിയെ പറ്റി പറഞ്ഞു. എന്താണ് ക്ഷയമെന്ന് നമ്മളിവിടെ പറഞ്ഞോ? ഇല്ല, നമ്മൾ ക്ഷയിച്ചു പോവുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഒന്നുമില്ലാതായി പോവുക, നല്ല നിലയിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് എല്ലാം. സാമ്പത്തികത്തിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരാളുടെ സമ്പത്തൊക്കെ കുറഞ്ഞ് 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 പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കുറഞ്ഞു കുറഞ്ഞു പോകുന്നത്? ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗമാണ്. 5-ൽ നമുക്ക് നോക്കാം, മുഴുവനായിട്ട് നമുക്ക് ചന്ദ്രനെ കാണാം. 6-ലേക്ക് വരുമ്പോഴോ ആ അളവ് കുറഞ്ഞു വന്നു. 7-ലേക്ക് വരുമ്പോൾ വീണ്ടും കുറഞ്ഞു. 8-ലേക്ക് വരുമ്പോൾ വീണ്ടും കുറഞ്ഞു. 9-ലേക്ക് വരുമ്പോൾ 1-ലേക്ക് വരുമ്പോൾ വീണ്ടും കുറഞ്ഞു അല്ലേ? അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിന് എന്ത് പറയും? ക്ഷയം. പിന്നെ കൂടി വരുന്നതിന് എന്താണ് നമ്മൾ പറഞ്ഞത് നേരത്തെ? വൃദ്ധി. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ ഓർത്ത് വെച്ചോ, വൃദ്ധിയും ക്ഷയവും. അപ്പോൾ ഇതിനെ 2നെയും ചേർത്താണ്
വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞത്? ചന്ദ്രന്റെ വൃദ്ധിക്ഷയം. ഇത്തരത്തിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുന്നതിനെയും കുറയുന്നതിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് വൃദ്ധിക്ഷയം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചന്ദ്രന്റെ വൃദ്ധിക്ഷയവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായത് ഏവ. 1. വൃദ്ധി. കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗം കൂടി വരുന്ന ഘട്ടം. അപ്പോൾ കറുത്ത വാവിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കറുത്ത വാവ് കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത്? വൃദ്ധി. അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തത് ക്ഷയം. വെളുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗം കുറഞ്ഞു വരുന്ന ഘട്ടം. അത് മാറിപ്പോവാതിരിക്കാൻ നമ്മൾ എന്ത് ഓർത്താൽ മതി? ആ വെളുത്ത വാവ് ആകുമ്പോൾ എന്താണ്? ചന്ദ്രൻ നമുക്ക് മുഴുവനായിട്ട് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൂടില്ലല്ലോ, പിന്നെ കുറഞ്ഞു വരികയല്ലേ ചെയ്യൂ. അപ്പോൾ അങ്ങനെ വെളുത്ത വാവ് കഴിഞ്ഞിട്ട് പൗർണമി കഴിഞ്ഞിട്ട് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നത് എന്താണ്? ക്ഷയം. അപ്പോൾ ഇതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. പൗർണമി ദിവസം, അതായത് വെളുത്ത വാവ്, ആകാശഗോളങ്ങളുടെ ശരിയായ ക്രമം ഏത്? നമ്മൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ ചോദ്യം. അപ്പോൾ ആകാശഗോളങ്ങളുടെ ശരിയായ ക്രമം, ഏതൊക്കെ ആകാശഗോളങ്ങളെയാണ് ഉദ്ദേശിച്ചത്? 1 സൂര്യനാണ് അല്ലേ, സൺ. പിന്നെ ഏതാണ്? ഭൂമിയാണ് അല്ലേ, എർത്ത്. പിന്നെ ഏതാണ്? ചന്ദ്രനാണ് അല്ലേ, മൂൺ. അപ്പോൾ എന്ത് സംഭവിക്കും? സൂര്യപ്രകാശം എല്ലാ ദിക്കുകളിലേക്കും സഞ്ചരിച്ചു പോകുന്നു. ആ കൂട്ടത്തിൽ എവിടെയും സൂര്യപ്രകാശം പതിക്കുന്നു, ചന്ദ്രനിൽ പതിക്കുന്നു. അപ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് വെളിച്ചമുണ്ടാകും, മറുഭാഗത്ത് ഇരുട്ടായിരിക്കും, കാരണം അവിടെ വെളിച്ചം ലഭിക്കുന്നില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ നോക്കുമ്പോൾ എന്ത് കാണുന്നു? ഈ ചന്ദ്രൻ്റെ വെളിച്ചം പതിച്ചിട്ടുള്ള പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. അപ്പോഴാണ് പൗർണമി ദിവസം. ഓക്കെ അല്ലേ? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രനെ പൂർണ്ണ ആകൃതിയിൽ, പൂർണ്ണ വൃത്താകൃതിയിൽ കാണാൻ സാധിക്കുന്ന ദിവസമാണ് പൗർണമി. അപ്പോൾ അതിന് ആവശ്യമായ ആകാശഗോളങ്ങളുടെ ക്രമം ഏതാണ്? SEM, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്ന ക്രമത്തിൽ ഇവ നേർരേഖയിൽ വരണം. നേർരേഖയിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം മുഴുവനായിട്ട് കാണാൻ സാധിക്കൂ. അങ്ങനെയാണ് പൗർണമി ആകുന്നത്. അപ്പോൾ ഏതാണ് ക്രമം? സൂര്യൻ, ഭൂമി, ചന്ദ്രൻ. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? യെസ്, അത് നമ്മൾ തിരഞ്ഞെടുത്തു. അടുത്ത ചോദ്യം. കറുത്ത വാവ് ദിവസത്തിൽ, അതായത് അമാവാസി, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ ശരിയായ ക്രമം എങ്ങനെയാണ്? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഒട്ടും മാറിപ്പോവാനും പാടില്ല. ഫസ്റ്റ് എന്താണ്? സൂര്യൻ, സൺ. പിന്നെയോ ചന്ദ്രനാണ് വരുന്നത്, മൂൺ. പിന്നീട് ഭൂമി വരുന്നു. ഓക്കെ, എർത്ത്, SME. അപ്പോൾ സൂര്യപ്രകാശം ഏത് ഭാഗത്ത് പതിക്കുന്നു? ചന്ദ്രൻ്റെ ഈ ഭാഗത്ത്, സൂര്യൻ അഭിമുഖമായ ഭാഗത്ത് പതിക്കുന്നു. മറുഭാഗത്ത് പ്രകാശം പതിക്കുന്നില്ല, കാരണം അതുകൊണ്ട് അവിടെ ഇരുടായിരിക്കും. ആ ഭാഗമാണ് ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം മാത്രം കാണുന്നു. അപ്പോൾ നമുക്ക് ആകാശത്ത് ചന്ദ്രനെ ഒട്ടും കാണാൻ സാധിക്കില്ല. അങ്ങനെ വരുന്നത് ഏത് ദിവസമാണ്? കറുത്ത വാവാണ്. അപ്പോൾ കറുത്ത വാവ് ദിവസം ഏത് ക്രമത്തിലാണ് വരേണ്ടത്? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നീ ആകാശഗോളങ്ങൾ നേർരേഖയിൽ വരുമ്പോഴാണ്. ഓക്കെ, ആ നേർരേഖ വിട്ടുപോകരുത്. ആ നേർരേഖ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ അമാവാസിയും പൗർണമിയും ഉണ്ടാകുന്നതായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ശരിയായ ക്രമം? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അത് നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്കെ അല്ലേ? യെസ്. ആറാമത്തെ ചോദ്യം. കറുത്ത വാവ് ദിവസം ചന്ദ്രനെ കാണാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ത്? കറുത്ത വാവ്, അതായത് അമാവാസിയിൽ ചന്ദ്രനെ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ചന്ദ്രൻ്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി
വരുന്നത് കൊണ്ട്, ചന്ദ്രനിൽ സൂര്യപ്രകാശം തീരെ വീഴാത്തത് കൊണ്ട്, സൂര്യൻ ചന്ദ്രനെ മറയ്ക്കുന്നത് കൊണ്ട്, ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. അമാവാസി ദിനത്തിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ടോ? ഇല്ല, തെറ്റാണ്. സൂര്യൻ ചന്ദ്രനെ മറച്ചു നിൽക്കുന്നുണ്ടോ? അതുമില്ല. ചന്ദ്രനിൽ സൂര്യപ്രകാശം തീരെ വീഴാത്തത് കൊണ്ട്. അമാവാസി ദിനത്തിൽ ചന്ദ്രനിൽ സൂര്യപ്രകാശം വീഴുന്നില്ലേ? ഉണ്ട്, മറുഭാഗത്താണെന്ന് മാത്രം. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാത്ത ഭാഗത്താണ്. അപ്പോൾ ഇതും തെറ്റായ പ്രസ്താവനയാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് കൊണ്ട്. പ്രകാശിതമല്ലാത്ത, പ്രകാശം പതിക്കാത്ത, ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് കൊണ്ടാണ് കറുത്ത വാവിൽ നമ്മൾ ചന്ദ്രനെ കാണാത്തത്. ഓപ്ഷൻ എ ആണ് ശരി. റെഡി? 7ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അമാവാസി ദിനത്തിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്ന ക്രമത്തിലാണ് ആകാശഗോളങ്ങൾ കാണപ്പെടുന്നത്. 2, പൗർണമി ദിനത്തിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്ന ക്രമത്തിലാണ് ആകാശഗോളങ്ങൾ കാണപ്പെടുന്നത്. നേരത്തെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിച്ചത്. ആ രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഈ ഒന്നിലധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേഗത്തിൽ നമുക്കിത് ഏതാണ് ശരിയെന്ന് നോക്കാം. അമാവാസിയിൽ എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞാൽ വരുന്നത്? സൂര്യൻ, ചന്ദ്രൻ, ഭൂമിയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് അങ്ങനെയാണോ? സൂര്യൻ, ചന്ദ്രൻ, ഭൂമിയാണോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ്. ഇത് നമുക്ക് തെറ്റിടാം. ഇനി പൗർണമിയിലാണെങ്കിലോ? സൂര്യൻ, ഭൂമി, ചന്ദ്രനാണ്. സൂര്യൻ, ഭൂമി, ചന്ദ്രനാണ്. ഇവിടെ ശരിയായിട്ടുള്ളതാണ്. ശരിയിടാം. അപ്പോൾ നമ്മൾ ശരിയായത് മാത്രം സെലക്ട് ചെയ്യണം. ഏതാണ്? പ്രസ്താവന 2 മാത്രം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത്, ചന്ദ്രന്റെ വൃദ്ധിക്ഷയവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗം കുറഞ്ഞു വരുന്നു. കറുത്ത വാവ് കഴിഞ്ഞാൽ ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗം കുറഞ്ഞു വരികയാണോ ചെയ്യുക? കറുത്ത വാവ് എന്നാൽ എന്താണ്? ചന്ദ്രന് നമുക്ക് പ്രകാശിത ഭാഗം ഒട്ടും കാണാൻ സാധിക്കുന്നില്ല. ഇനി അതിൽ നിന്നും അത് കഴിഞ്ഞാൽ കുറയാനുണ്ടോ? ഇല്ല. കറുത്ത വാവ് കഴിഞ്ഞാൽ പിന്നെ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 തെറ്റായ പ്രസ്താവനയാണ്. 2, വെളുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗം കൂടി വരുന്നു. വെളുത്ത വാവ് കഴിഞ്ഞാൽ ചന്ദ്രൻ, വെളുത്ത വാവിൽ നമ്മൾ പൂർണ്ണ ചന്ദ്രനല്ലേ കാണുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും കൂടിക്കൂടി വരുമോ? ദിവസം കഴിയും തോറും ചന്ദ്രൻ ഇനി കൂടാൻ സാധിക്കുമോ? ഇല്ല. മുഴുവനായിട്ടാണ് നമ്മൾ പൗർണമി ദിവസത്തിൽ കാണുന്നത്, വെളുത്ത വാവിൽ കാണുന്നത്. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ? അപ്പോൾ ഇതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പം നമ്മുടെ ശരിയായതായിരുന്നു നമ്മൾ ഉത്തരത്തിൽ കണ്ടെത്തേണ്ടത്. ഇവിടെ ശരിയായതുണ്ടോ? ഇല്ല. 2 പ്രസ്താവനകളും തെറ്റാണ് അല്ലേ? അങ്ങനെ പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. അടുത്തത്, ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ആ ദിവസത്തിൻ്റെ പ്രത്യേകതയായി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഇത് പല രീതിയിൽ ചോദിക്കാം. അമാവാസിയും പൗർണമിയും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടിട്ട് നമ്മൾ ഏത് ദിവസമാണെന്ന് മനസ്സിലാക്കണം. അതിനെ അടിസ്ഥാനമായിട്ട് വേണം പ്രസ്താവനകൾ ഓരോന്നും വായിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനിക്കാം. ഓക്കെ. അപ്പോൾ ചിത്രം നോക്കൂ. ഏത് ദിവസമാണിത്? ചന്ദ്രനെ നമുക്ക് മുഴുവനായി കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏത് ദിവസമായിരിക്കും? പൗർണമി ദിവസമാണ്, ഫുൾ മൂണാണ് അല്ലേ? നമുക്ക് ഓരോ ചോദ്യവും വായിച്ചു നോക്കാം. ചന്ദ്രനെ പൂർണ്ണ വൃത്താകൃതിയിൽ തിളക്കത്തോടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ചന്ദ്രനെ പൂർണ്ണ വൃത്താകൃതിയിലല്ലേ നമ്മൾ ചിത്രത്തിൽ കാണുന്നത്? അതുകൂടാതെ തിളക്കത്തോടെയല്ലേ നമ്മൾ കാണുന്നത്? യെസ്. ഇനി അത് ശരിയായ പ്രസ്താവനയാണ്. 2, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ ആകാശത്ത് കാണാൻ സാധിക്കാത്ത ദിവസമാണത്. സാധിക്കാത്ത ദിവസമാണോ? അല്ല, നമ്മൾ ചന്ദ്രനെ കാണുന്ന ദിവസമാണ്. ഇത് തെറ്റാണ്. 3, ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നതിനിടയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവനായി ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണിത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഓരോ സ്ഥാനത്തെത്തുമ്പോഴും വ്യത്യസ്ത ആകൃതിയിലാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഴുവനായിട്ട് ഭൂമിയിൽ നിന്ന് കാണുന്ന ദിവസമല്ലേ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് അല്ലേ? അതെ, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4ാമത്തത്, അമാവാസി ദിനമാണ്. അമാവാസി ദിനമാണോ ഇത്? പൂർണ്ണമായിട്ട് കാണുന്നില്ല. ഏതാണ്? പൗർണമി ദിനമാണ് അല്ലേ? അപ്പോൾ ഇതും തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? 1, 3 എന്നിവ മാത്രം എന്നുള്ള ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. യെസ്. അടുത്ത ചോദ്യം,
ഇവിടെയും ചിത്രമാണ്. ചിത്രത്തിൽ കാണുന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ നന്നായി നിരീക്ഷിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് ആദ്യം ചിത്രം നോക്കാം. സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം ഏതാണ്? ഇവിടെയാണുള്ളത്. അപ്പോൾ അതാണോ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്? അല്ല, ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഇരുണ്ട ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഏത് ദിവസമാണ്? അമാവാസി ദിവസമാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മൾ പ്രസ്താവനകൾ വിലയിരുത്താൻ. 1. ഈ ദിവസം അമാവാസി, ന്യൂമൂൺ എന്നറിയപ്പെടുന്നു. ശരിയല്ലേ? ശരി. 2. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിക്കാത്ത ഭാഗം അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗമാണ് കാണുന്നത്? ഈ പ്രകാശിക്കാത്ത ഭാഗമല്ലേ. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ശരിയായിട്ടുള്ള കാര്യമാണ്. ശരിയിടാം. 3. ഈ ദിവസം രാത്രി ആകാശത്ത് ചന്ദ്രൻ പൂർണ്ണ വൃത്താകൃതിയിൽ ശോഭയോടെ കാണപ്പെടുന്നു. ഈ ദിവസത്തിൽ നമ്മൾ ചന്ദ്രനെ കാണാൻ സാധിക്കുമോ? ഇല്ല, ഒട്ടും കാണാൻ സാധിക്കില്ല. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയുടെ നേർക്കല്ല, ഭൂമിയുടെ എതിർ ദിശയിലേക്കാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ ഒട്ടും കാണാൻ സാധിക്കില്ല. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി? 1, 2 എന്നിവ മാത്രം എന്നുള്ള ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അമാവാസിയും പൗർണമിയും വളരെ നന്നായിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. നിങ്ങൾക്കായ ഒരു ചോദ്യം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യനാര്? ചോദ്യം ശ്രദ്ധിക്കുക, രണ്ടാമത്തെ മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, 10 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് ലഭിച്ച സ്കോർ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യണം. കൂട്ടത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും കമൻറ്റ് ചെയ്യണം.